Hello dears. In this video we are going to discuss about the calculation of maculae duration. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് ഡ്യൂറേഷൻ. ഇപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു റീകൂപ്പ് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇൻ ബോണ്ട്. ബോണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള തിരിച്ച് ഏത് പീരീഡിനുള്ളിൽ തിരിച്ച് കിട്ടും എന്ന് പറയുന്നതാണ് മെക്കുലർ ഡ്യൂറേഷൻ. അപ്പോൾ ഈ മെക്കുലർ ഡ്യൂറേഷൻ കണ്ടെത്താനുള്ള കാൽക്കുലേഷൻ, ഹൗ യു ക്യാൻ ഡു ഇറ്റ്, ആ പ്രോബ്ലംസാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനകത്ത് മെക്കുലർ ഡ്യൂറേഷൻ ഫൈൻഡ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട്സ്, ഫ്യൂച്ചർ കൂപ്പൺ പേയ്മെൻറ്റ്സ് ആൻഡ് മെച്യൂരിറ്റി വാല്യൂ. നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് ഇൻക്ലൂഡിങ് മെച്യൂരിറ്റി ഡേറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ക്യാഷ് ഫ്ലോ, ഇതിനെല്ലാം നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ വാല്യൂ ഓഫ് ബോണ്ടൊക്കെ കാണുന്ന സമയത്ത് ബോണ്ട് വാല്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ അപ്രോച്ചിൽ പ്രസൻറ്റ് വാല്യൂയിലേക്ക് നമ്മൾ മാറ്റും. പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റാൻ നമുക്ക് ഐദർ യു ക്യാൻ യൂസ് എ ഫോർമുല ഓർ യു ക്യാൻ യൂസ് എ ഹെൽപ്പ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ടേബിൾസ്. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടെത്താണ് ചെയ്യുക എത്ര സമയമാണ് ശരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മെച്യൂരിറ്റി പീരീഡ് അല്ല കേട്ടോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാൻ നമുക്ക് വേണ്ടത് എന്നാണ് നമ്മൾ കണ്ടെത്തുക. ദ ഗ്രേറ്റർ ദ ഡ്യൂറേഷൻ, ദ ഗ്രേറ്റർ ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഓർ റിവാർഡ് ഫോർ ബോണ്ട് പ്രൈസസ്. ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും. അപ്പോൾ ഈ ഡ്യൂറേഷൻ കാണാനുള്ള ഫോർമുലയാണ് മാക്കുലർ ഡ്യൂറേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് മാനുവലി ബൈ യൂസിങ് ദ ഫോർമുല. ഇത് കണ്ട് പേടിക്കുകയേ ചെയ്യേണ്ട. ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് എന്തോ ഭയങ്കര സംഭവമാണെന്ന്. ഇത് വേറൊന്നുമല്ല, CF പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്. ഓരോ വർഷത്തെ ക്യാഷ് ഫ്ലോ, നമുക്ക് ഓരോ പീരീഡിലും എത്രയാണ് ക്യാഷ് ഫ്ലോ വരുന്നത്, അതാണ് ആ F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ബൈ 1+y/k. ആ y/kനെ കണ്ടിട്ടും പേടിക്കേണ്ട. നമ്മൾ സാധാരണ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1+YTM ചെയ്യുന്നില്ലേ, ആ YTM തന്നെയാണ്. പക്ഷേ ഈ K എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആനുവലായിട്ട് പേയ്മെൻറ്റ് നടത്തുക ക്യാഷ് ഫ്ലോസ് വരുന്നതിന് പകരം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് ആനുവലി അല്ല സെമി ആനുവലി ഒക്കെ ആവാം, ഹാഫ് ഇയർലി ഒക്കെ ആണെങ്കിൽ അതിനെയാണ് K എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസസ്, സെമി ആനുവൽ കാൽക്കുലേഷൻസ് ഓഫ് കൂപ്പൺ റേറ്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ K കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതർവൈസ് 1+YTM റേസ് ടു F പറയുന്നത് എത്ര വർഷം, ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ 1, സെക്കൻഡ് ഇയർ ആണെങ്കിൽ 2 എന്ന് പറഞ്ഞ് ചെയ്യണം. പിന്നെ ഇൻറ്റു, അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ ബോണ്ട് വാല്യൂഷനിൽ കാണുന്നതാണ്, ബോണ്ടിൻ്റെ പ്രൈസ് കാണാനുള്ള ഫോർമുലയാണ് അതുവരെ ഉള്ളത്. ഇൻറ്റു ഈ ഡ്യൂറേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, TF/PV ചെയ്യുന്നു. അപ്പോൾ TF എന്താണ്, ടൈം ഇൻ ഇയേഴ്സ് അൺടിൽ ക്യാഷ് ഫ്ലോ ഇസ് റിസീവ്ഡ്. അതിനുള്ള ടൈമാണ് TF എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ PV. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. 3 ഇയർ ബോണ്ട്. 3 ഇയർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഇയേഴ്സ് മെച്യൂരിറ്റി ഉള്ള ബോണ്ട് വിത്ത് എ ഫേസ് വാല്യൂ ഓഫ് $100 that pays a 10% കൂപ്പൺ സെമി ആനുവലി. അതായത് 6 മാസം കൂടുമ്പോഴാണ് അത് കൊടുക്കുക. $5 പെർ എവറി 6 months അങ്ങനെയാണ് ഉണ്ടാവുക. ആൻഡ് ഹാസ് എ ഈൽഡ് ടു മെച്യൂരിറ്റി YTM തന്നിട്ടുണ്ട് 6%. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിച്ചു. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ മെക്കുലർ ഡ്യൂറേഷൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു യൂസ് ദിസ് ഇൻഫർമേഷൻ to find the present value of all the future cash flows as shown in the table. നമ്മളിപ്പോൾ എനിക്ക് ഒരു ടേബിൾ കാണാൻ പോവാണ്. ആ ടേബിളിലുള്ള പോലെ ഓരോ ക്യാഷ് ഫ്ലോൻ്റെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഈ YTMൻ്റെ ബേസിസിൽ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പീരീഡ് 3 വർഷമുള്ള ബോണ്ടാണെങ്കിൽ ഞാനിവിടെ 6 പീരീഡ് കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 6 പീരീഡ്? സെമി ആനുവലി ആയതുകൊണ്ട് ഓരോ 6 months കഴിയുമ്പോഴും അതിൻ്റെ കാൽക്കുലേഷൻസ് കാണിക്കണം. അപ്പോൾ പീരീഡ് 6 വർഷം, 6 വർഷമല്ല 3 വർഷം, 6 പീരീഡ്സ്, 6 പേയ്മെൻറ്റ് പീരീഡ്സ്. ക്യാഷ് ഫ്ലോസ് ഓരോന്നിലും 5 വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. 100ൻ്റെ 10% ഒരു കൊല്ലത്തേക്ക്, അപ്പോൾ 10 രൂപ. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് 10 രൂപയാണെങ്കിൽ 6 മാസത്തേക്ക് 5 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ 5 ക്യാഷ് ഫ്ലോസ് കണ്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ വാല്യൂഷൻ ഓഫ് ബോണ്ടിൽ നിങ്ങൾ പഠിച്ച പോലെ ഇതിനെ
പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് YTM ബൈ 2. ഇവിടെ ബൈ 2 ഞാൻ എന്തിനുകൊണ്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ വാല്യൂഷനിൽ ചെയ്തിട്ടില്ല. വാല്യൂഷനും സെമി ആനുവലി വരുന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 2. YTM ബൈ 2 റേസ് ടു F എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും ഓരോ പീരീഡിനെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഈ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂസ് നമുക്കിങ്ങനെ കിട്ടും. 4.85, 4.71, 4.58, 4.44, 4.31 ആൻഡ് 87.94 ലാസ്റ്റ് ഇയറിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ബോണ്ടിൻ്റെ വാല്യൂ ആണ് കണ്ടിട്ടില്ല, പ്രൈസ് കണ്ടിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ ഡ്യൂറേഷൻ കാണാനുള്ള പ്രൊസീജിയർ വരുന്നത്. To complete the calculation, an investor needs to take the present value of each cash flow, present value എടുത്തിട്ട് divide it by total present value of all the bonds cash flows and then multiply the result by the time to maturity in years. Okay, അപ്പോൾ ഓരോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോനെയും അതിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു അതിൻ്റെ ടൈം പീരീഡ്, ഓരോന്നിൻ്റെയും പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതിൻ്റെ ടേബിളാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കണ്ടെത്തിയിട്ടുള്ള വാല്യൂസാണ്. ഇതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇപ്പോൾ ഈ കേസിൽ ടോട്ടൽ ഫിഗർ, ഓക്കെ, ടോട്ടൽ ഇവിടെ എഴുതാൻ വിട്ടു പോയിട്ടുണ്ട്, പറഞ്ഞുതരാം. 4.85 എന്ന് പറയുന്ന ഈ വർഷത്തെ ക്യാഷ് ഫ്ലോ എടുക്കുക, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 110. ഇതൊന്ന് നിങ്ങൾ കൂട്ടി നോക്കിയാൽ കാണാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 110.73 എന്തോ ആണ് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. 110.05 73 എന്തോന്ന്. അപ്പോൾ 4.85 ഡിവൈഡഡ് ബൈ ദാറ്റ് വാല്യൂ 110.73. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇൻറ്റു ഈ ടി എന്ന് പറയുന്നത് ഈ ഇൻഫ്ലോ ക്യാഷ് ഫ്ലോ വന്നിട്ടുള്ള ടൈം പീരീഡാണ്. ഇത് ഒരു വർഷത്തേക്കുള്ളതാണെങ്കിൽ 1 ആണ് നമ്മൾ എടുക്കുക. പക്ഷേ ഇത് ഒരു വർഷമല്ല, ഇത് 6 മാസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇൻറ്റു 0.5. അങ്ങനെയാണ് നമുക്ക് ഈ 0.0219 കിട്ടിയത്. ചെക്ക് ചെയ്യുക കിട്ടുന്നില്ലേന്ന്. അടുത്തത് 4.71 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ 110 പോയിൻറ്റ് സംതിങ് ഇൻറ്റു again 0.5. നോ, അവിടെ ഫസ്റ്റ് ഇയറായി, അപ്പോൾ ഇൻറ്റു 1 ആണിത്. അതേപോലെ 1.5 ആണിത്, 2 ആണിത്. അങ്ങനെ ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ? ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡൗട്ട്സ് അറിയിക്കാം. ക്ലിയർ? അങ്ങനെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ഉണ്ടല്ലോ ഈ 2.6840, ഇതാണ് ഡ്യൂറേഷൻ. അതായത് 3 വർഷം മെച്യൂരിറ്റി ഉള്ള ബോണ്ടാണെങ്കിലും 2.6 വർഷം എന്ന് വെച്ചാൽ 2 വർഷവും 6 മാസവും കഴിയുമ്പോഴേക്ക് നമുക്കത് കൃത്യമായിട്ട് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത് തിരിച്ചു കിട്ടും എന്നർത്ഥം. ഈ ഒരു ബോണ്ടിൻ്റെ മാക്യുലേറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.68 ആണ്. ഇനി ഓക്കെ, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ മാക്യുലേറ്റ് ഡ്യൂറേഷൻ ഓഫ് എ 5-year ബോണ്ട്, 5 വർഷത്തെ ബോണ്ട് വിത്ത് ഫേസ് വാല്യൂ ആൻഡ് ആൻ ആനുവൽ കൂപ്പൺ റേറ്റ് ഓഫ്, ഇവിടെ ആനുവൽ കൂപ്പൺ റേറ്റ് ഓഫ് 4% ആണ്. കറൻറ്റ് മാർക്കറ്റ് റേറ്റ് 4.5. ഈ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ YTM, ഈൽഡ് ടു മെച്യൂരിറ്റി. അപ്പോൾ നമ്മൾ അതാണ് എടുക്കുക PV കാണാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 വർഷത്തെയാണ്. അപ്പോൾ 5 വർഷം പീരീഡ് കാണിച്ചു. ക്യാഷ് ഫ്ലോസ് ഇങ്ങനെയാണ്, 4% ആണ് നമുക്ക് കൂപ്പൺ റേറ്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോസ് നമ്മുടെ 1000 രൂപയുടെ ബോണ്ടാണ്. അപ്പോൾ 4% എന്ന് പറയുമ്പം 1000 രൂപയുടെ ബോണ്ട് ഞാൻ എഴുതിയില്ല അല്ലേ. നമുക്ക് മാക്യുലേറ്റ് ഡ്യൂറേഷൻ 5-year ബോണ്ട് വിത്ത് ഫേസ് വാല്യൂ, അവിടെ എമൗണ്ട് എഴുതാൻ വിട്ടതാണ്, ടേക്ക് ഇറ്റ് ആസ് 1000. അപ്പോൾ 1000 ആവുമ്പോൾ 4% എന്ന് പറയുമ്പോൾ 40. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഈ 40 വന്നത്, അത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ 40 വന്നു. ഓക്കെ, ഇനി അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക.
40 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4.5 റേസ് ടു 1. ഈ കേസിൽ 2 ഇതിൽ 3 ഇതിൽ അങ്ങനെ ഓരോന്നിലും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പീരീഡിനനുസരിച്ചിട്ട്. അങ്ങനെ നമ്മളതിൻ്റെ പ്രസൻറ്റ് വാല്യൂസ് കണ്ടെത്തി. ഈ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് എന്തായിരുന്നു ഓർത്ത് നോക്കൂ. ഈ പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവിടെ ഞാൻ ടോട്ടൽ കോളം ഇട്ടതാണ്, ഇങ്ങോട്ട് ഈ സ്ലൈഡ് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാത്തയാണ് പോട്ടെ. ഇത് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂൻ്റെ ടോട്ടൽ കോളം ഇൻറ്റു ഇവിടെ 1 ആണ്. ഫസ്റ്റ് കേസിൽ ഇവിടെ 1 ആണ്, സെക്കൻഡ് കേസിൽ ഇവിടെ 2 ആണ്, തേർഡ് കേസിൽ 3, ഫോർത്ത് കേസിൽ 4, ഇവിടെ 5. അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. മറ്റേതിനെ പോലെ 0.5ൻ്റെ പ്രശ്നം ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് 4.6 കിട്ടും. ദാറ്റ് ഈസ് നോട്ട് സീൻ ഹിയർ. ഓക്കെ, വന്നല്ലോ, ഇപ്പോൾ വന്നല്ലോ. ഓക്കെ, ഒരു കോളം ഇതിനിടയിലായിപ്പോയതാണ്, ഒരു റോ. ഇതാണ് നമ്മുടെ ടോട്ടൽ കോളം. ഇതങ്ങ് ചാടിപ്പോയതാണ്. 4.26 നമുക്ക് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്യണേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 4.26 ആണ്. ഇത് വേറൊരു രീതിയിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഇത് ഇപ്പം നമ്മൾ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് മാക്യുലർ ഡ്യൂറേഷനാണ് പറഞ്ഞത്. ഇതല്ലാതെ ഒരു വഴി എന്ന് പറയുന്നത്, ഈ മാക്യുലർ ഡ്യൂറേഷൻ പറയുന്നത് വെയ്റ്റഡ് എന്താ പറയുക മെച്യൂരിറ്റി വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു വഴി ഇതേപോലെ പ്രസൻറ്റ് വാല്യൂ കാണാം. കണ്ടതിന് ശേഷം ഈ പ്രസൻറ്റ് വാല്യൂവിനെ ടൈമിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അതായത് 38.28 ഇൻറ്റു 1, 36.63 ഇൻറ്റു 2, അങ്ങനെ ഓരോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോനെയും അതിൻ്റെ പീരീഡിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. എന്നിട്ട് നമുക്ക് ടോട്ടൽ കിട്ടും. അതായത് നമുക്ക് 2 ടോട്ടലുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും അതായത് 978.08ഉം നമ്മുടെ ഈ പ്രസൻറ്റ് വാല്യൂവിനെ ടൈം കൊണ്ട് വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടലും 4523.61. ഇങ്ങനെ ഇത് രണ്ടും ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഡ്യൂറേഷൻ കാണാനുള്ള ഫോർമുല ഈ വെയിറ്റ് അഡ്ജസ്റ്റഡ് പ്രസൻറ്റ് വാല്യൂ, അതായത് ടൈം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ PV ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് നമ്മുടെ 4523.61 ഡിവൈഡഡ് ബൈ 978.05. ഇത് ചെയ്യുമ്പോഴും നമുക്ക് നേരത്തെ ചെയ്ത സെയിം ആൻസറാണ് കിട്ടുക. ആൻസറിനകത്ത് കാണുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 5 വർഷത്തെ ബോണ്ടാണ്, പക്ഷേ 4.6 എങ്ങാണ്ടാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരിക. ഈ 2 പ്രോബ്ലം വന്നിട്ട് ഒന്ന് ചെയ്തിട്ട് നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു കോൺടാക്ട് മീ. എന്നിട്ട് നമുക്ക് നാളെ മോഡിഫൈഡ് ഡ്യൂറേഷൻ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മോഡിഫൈഡ് ഡ്യൂറേഷനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.